അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുശ്രിക്കുകളോട് തർക്കിച്ചുകൊണ്ടിരിക്കുക. അവരെന്തെങ്കിലുമൊക്കെ പറയും, അപ്പോൾ അതിന് മറുപടി പറയും. അവർ പറയുന്നതിന് ഒരു 100 മാർക്ക് കൊടുക്കാമെങ്കിൽ അള്ളാഹു പറയുന്ന മറുപടിക്ക് 5 മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. അത്രയും നിലവാരമില്ലാത്ത മറുപടിയും നിലവാരമുള്ള ചോദ്യങ്ങളും വാദങ്ങളും. അങ്ങനെയുള്ള തർക്കങ്ങളാണ് മക്കയിലെ 13 കൊല്ലം നടക്കുന്നത്. ഒരു പ്രപഞ്ച സൃഷ്ടാവായ ഒരു പടച്ചോന് സ്വന്തം സൃഷ്ടികളോട് ഇങ്ങനെ വക്കാണം കൂടിക്കൊണ്ട് നടക്കേണ്ട ഗതികേട് ഉണ്ടാവുമോ? ുള്ള മുശ്രിക്കുകളോട് തർക്കിച്ചുകൊണ്ടിരിക്കുക. അവരെന്തെങ്കിലുമൊക്കെ പറയും, അപ്പോൾ അതിന് മറുപടി പറയും. അവർ പറയുന്നതിന് ഒരു 100 മാർക്ക് കൊടുക്കാമെങ്കിൽ അള്ളാഹു പറയുന്ന മറുപടിക്ക് 5 മാർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. അത്രയും നിലവാരമില്ലാത്ത മറുപടിയും നിലവാരമുള്ള ചോദ്യങ്ങളും വാദങ്ങളും. അങ്ങനെയുള്ള തർക്കങ്ങളാണ് ഇത് സംസാരിക്കുന്നത്. ഇവിടെ കേട്ടില്ല, ആരാണ്? എ ജബ്ബാർ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു ചിന്തയും ബുദ്ധിയും ഇല്ലാത്തൊരു മനുഷ്യൻ, നാവെടുത്ത കളവ് മാത്രം പറയുന്നൊരു മനുഷ്യൻ. അതാണ് എ ജബ്ബാർ. എ ജബ്ബാറിൻ്റെ സംസാരങ്ങൾ കേട്ട് അല്ലേ? അദ്ദേഹം എന്താ പറയുന്നത്? മുശ്രിക്കുകളോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. 13 കൊല്ലം ലോകസൃഷ്ടാവിൻ്റെ പണിയെന്താ? 13 കൊല്ലം മക്ക മുശ്രിക്കുകളോട് തർക്കിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് മക്ക മുശ്രിക്കുകൾ പറയുന്ന ആൻസറിന് 100% മാർക്കും, ആ മക്ക മുശ്രിക്കുകളോട് ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹുവിന് 5 മാർക്കും. 5 മാർക്കിന് പോലും അള്ളാഹുവിൻ്റെ വാചകങ്ങൾക്ക് മൂല്യമില്ല. മറിച്ച് 100% മാർക്കിൻ്റെ മൂല്യമുള്ളത് ആർക്കാണ്? മക്ക മുശ്രിക്കുകൾക്ക്. ശരി, മക്ക മുശ്രിക്കുകൾ ഉള്ളപ്പോൾ ഇറങ്ങിയതാണ് ഖുർആൻ ആണല്ലോ. ഖുർആൻ ഇറങ്ങിയിട്ട് 1400 വർഷം കഴിഞ്ഞു. ഖുർആൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്താ ചോദ്യം? ഖുർആൻ്റെ ഒരു ചോദ്യം എ ജബ്ബാറിനോട് ചോദിക്കാം നമുക്ക്. എ ജബ്ബാർ എന്ന് മറുപടി പറയട്ടെ. 100% മാർക്ക് കിട്ടുന്ന ഒരു മറുപടി എ ജബ്ബാർ പറയുമോ? 0 മാർക്ക് കിട്ടാനുള്ള മറുപടി എ ജബ്ബാർക്ക് പറയാൻ കഴിയുമോ? നമ്മളൊന്ന് കേട്ടുവെക്കുക. എ ജബ്ബാറിനോട് അള്ളാഹുവിൻ്റെ ചോദ്യം. എ ജബ്ബാറിനോട് അള്ളാഹുവിൻ്റെ ചോദ്യം. എ ജബ്ബാർ പരിഹസിച്ചത് എന്താണ്? മക്ക മുശ്രിക്കുകളോടുള്ള ചോദ്യത്തിന് ആണ് പരിഹസിച്ച്. എന്നിട്ട് അതിന് അള്ളാഹുവിന് 5 മാർക്കും മക്ക മുശ്രിക്കുകൾക്ക് 100 മാർക്കും കിട്ടി. നമ്മൾ എ ജബ്ബാറിനോട് ചോദിക്കുക, എത്ര മാർക്ക് എ ജബ്ബാർ നേടും? അള്ളാഹു എന്താ ചോദിക്കുന്നത്? എ ജബ്ബാറിനോടാണ് ചോദ്യം. എ ജബ്ബാർ മറുപടി പറയണം. നഹനു ഖലഖ്നാക്കും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ച്. ഫലൗല തുസദ്ദിഖൂൻ, എന്തുകൊണ്ടാണ് എ ജബ്ബാറെ നിങ്ങളെ വിശ്വസിക്കാത്തത്? മറുപടി പറ. എ ജബ്ബാറിനെ സൃഷ്ടിച്ചതാരാ? അള്ള പറയുന്ന നഹനു ഖലഖ്നാക്കും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഇത് പറഞ്ഞിട്ട് 1400 വർഷം കഴിഞ്ഞു. എ ജബ്ബാർ എന്താ മറുപടി പറയുക? എൻ്റെ മാതാപിതാക്കളെ സൃഷ്ടിച്ചതെന്നാ പറയുക? ആണോ? അല്ല നാട്ടുകാരാണോ? അല്ല ശാസ്ത്രജ്ഞന്മാരാണോ സൃഷ്ടിച്ചത്? അതോ എ ജബ്ബാർ തനിയെ ഉണ്ടായതാ? മറുപടി പറയണ്ടേ? 100% മാർക്ക് കിട്ടുന്ന മറുപടി എ ജബ്ബാറോട് പറയണം. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, വലക്കത് ഖലഖ്നാക്കും, നാമാണ് എ ജബ്ബാറെ നിങ്ങളെ സൃഷ്ടിച്ചത്. അള്ളാഹു പറയാണ് ആരോട്? എ ജബ്ബാറിനോട്. സുമ്മ സൗവർനാക്കും, പിന്നെ നാം നിങ്ങൾക്ക് രൂപം നൽകി. എ ജബ്ബാറിന് രൂപം നൽകിയതാരാ? എ ജബ്ബാറിൻ്റെ പാപ്പിയ? അതോ ഉമ്മയ? അതോ നാട്ടുകാരാണോ എ ജബ്ബാറിൻ്റെ ഈ രൂപം നൽകിയത്? ആണോ? ഒന്നുകൂടി കേട്ട, ഹുവല്ലദീ യുസവ്വിറുക്കും. അള്ളാഹു എങ്ങനത്തെവനാണ്? ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി, ഗർഭാശയത്തിൽ വെച്ച്
നിങ്ങളുടെ രൂപം നൽകുന്നവനാണവൻ. എങ്ങനത്തെ രൂപം? കൈഫ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. അള്ളാഹു എങ്ങനെയാണോ ഗർഭാശയത്തിൽ ഒരു കുട്ടിക്ക് രൂപം നൽകാൻ ഉദ്ദേശിച്ചത്, അതുപോലെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ രൂപം നൽകുന്നു. യജബർന്ന് മറുപടി പറയട്ടെ, അല്ല, എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ അച്ഛനും അമ്മയാണ് ഗർഭാശയത്തിൽ വെച്ച് എനിക്ക് രൂപം നൽകിയത്. യജബർ പറയോ? ലോകത്ത് ആരെങ്കിലും പറയോ? ഓരോരുത്തരും വിവാഹം കഴിച്ചാൽ അവർക്കുള്ള ആദ്യമായിട്ടുള്ള ആഗ്രഹം എന്താണ്? എനിക്കൊരു കുഞ്ഞുണ്ടാകണം. എങ്ങനത്തെ കുഞ്ഞ്? ഏറ്റവും നല്ല സുന്ദരനായ സുന്ദരിയായ ഒരു കുട്ടി എനിക്കുണ്ടാകണം. അടുത്ത വീട്ടിലൊക്കെ കാണുന്ന കുട്ടികളെ പോലെ സുന്ദരിയായ കുട്ടി വേണം. അംഗവൈകല്യമില്ലാത്ത വിരൂപിയല്ലാത്ത കുഞ്ഞ് വേണം എന്നല്ല ഓരോരുത്തരും ആഗ്രഹിക്കുക. എന്നിട്ട് പലരുടെ കുഞ്ഞുങ്ങളുടെയും രൂപം എങ്ങനെയുണ്ട്? വിരൂപിയാണ്, അല്ലേ? ഏതൊക്കെ കോലത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. മാതാപിതാക്കൾക്ക് അവിടെ വല്ല സ്വാധീനവും ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനത്തെ ഒരു കുഞ്ഞ് ജനിക്കുമോ? ജബ്ബാർ മറുപടി പറയണം. ഒരു 0 മാർക്കിന് മറുപടി പറയാൻ ജബ്ബാറിന് സാധ്യമല്ല. ജബ്ബാറിന് ഒരു 0 മാർക്കിനുള്ള മറുപടി പറയാൻ സാധ്യമല്ല. ഖുർആൻ പറഞ്ഞു, എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ സക്കറിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്, ആദമിൽ നിന്നും അവ്വയിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ജബ്ബാറിൻ്റെ മറുപടി എന്താണ്? അല്ല, ഞങ്ങൾ കുരങ്ങിൽ നിന്നാണ്, അല്ലേ? പറയോ? ജബ്ബാറിനോട് 1400 വർഷമായി അള്ളാഹു തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഇന്ന് വരെ, ഈ നിമിഷം വരെ ജബ്ബാറിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോക സൃഷ്ടാവായ സൃഷ്ടാവ് മക്കാ മുശ്രിക്കുകളോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ജബ്ബാറിനോട് അള്ളാഹു തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ജബ്ബാറിന് മറുപടി പറയാൻ കഴിയുമോ? ജബ്ബാറിൻ്റെ ഈ ജന്മത്തിൽ മറുപടി പറയാൻ കഴിയുമോ? വിവരക്കേട് വിളമ്പാനല്ലാതെ ജബ്ബാറിന് വേറെ എന്തിന് കഴിയും?